ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഏറ്റവും തലപ്പത്ത് ഇപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇപ്പോൾ കാണാനില്ല. ഇറാന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അതീവ ഗൗരവകരമായിട്ടുള്ള സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗിൽ നെതന്യാഹു ഉണ്ടായിരുന്നില്ല. ഈ സംഘർഷത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ അസാന്നിധ്യം എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇല്ലാതെ തന്നെ മീറ്റിംഗ് മുന്നോട്ട് പോയി. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഔദ്യോഗികമായി തന്നെ പ്രധാനമന്ത്രി ഹാജറില്ലെന്ന് പ്രഖ്യാപിക്കുകയും മീറ്റിംഗിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊരു സാധാരണ മീറ്റിംഗ് ആയിരുന്നില്ല. ഇസ്രായേലിന് നേരെ നടന്ന ഏറ്റവും ശക്തമായ ഇറാനിയൻ ആക്രമണങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണം എന്ന് തീരുമാനിക്കേണ്ട വാർ ക്യാബിനറ്റ് മീറ്റിംഗ് ആയിരുന്നു. ഈ യുദ്ധത്തിന് തുടക്കമിട്ട വ്യക്തി തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ഇറാനിയൻ മാധ്യമങ്ങളോ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സെക്യൂരിറ്റി ക്യാബിനറ്റ് പ്രോട്ടോകോളുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ പോലെയുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരം സുരക്ഷാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത കാര്യമാണ്. രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നേതൃത്വം അവിടെ ഉണ്ടായിരിക്കണം. അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോട്ടോകോളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥിരീകരിക്കപ്പെട്ടത് എന്നും ഏതൊക്കെയാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കാൻ വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. നെതന്യാഹു മീറ്റിംഗിൽ പങ്കെടുത്തില്ല എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം മീറ്റിംഗിൽ ഇല്ലെന്ന് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിരോധ മന്ത്രിയാണ് മീറ്റിംഗ് നിയന്ത്രിച്ചത്. ഇസ്രായേലി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത് എന്നതിനെ ഔദ്യോഗികമായിട്ട് ഒരു വിശദീകരണവും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പല വാദങ്ങളും ഉയരുന്നുണ്ട്. നെതന്യാഹു ഇല്ലാത്ത വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇറാന്റെ മാധ്യമങ്ങളും IRGC അനുകൂലികളും ഒരു പുതിയ കഥയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് വലിയൊരു ആക്രമണം നടന്നു എന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാനിലെ എക്സ്പ്രസ് ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ പുറത്തു പറയാൻ മടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഡ്രോൺ ആക്രമണം നടന്നു എന്നുള്ളതാണ്. ചൈനീസ്, റഷ്യൻ, തുർക്കി മാധ്യമങ്ങളും സമാനമായിട്ടുള്ള രീതിയിൽ വാർത്തകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ നെതന്യാഹു സുരക്ഷിതൻ ആണെന്നും ഓപ്പറേഷണൽ പരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത് എന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രമുഖ ചാനലിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗൾഫ് മാധ്യമങ്ങളും മറ്റു പ്രാദേശിക ഉറവിടങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നെതന്യാഹു നേരിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്യാമറയിലൂടെ നെതന്യാഹുവിനെ അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിന് തൊട്ടു പിന്നാലെ ആ പ്രദേശത്ത് ഒരു ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കി എന്ന കുറ്റത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. നെതന്യാഹു എവിടെയാണെന്ന വിവരം പുറത്തുപോയത് കൊണ്ടാണ് ഈ അറസ്റ്റ് നടന്നത് എങ്കിൽ അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഈ അറസ്റ്റ് നടന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനുശേഷം നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തൊക്കെ വരുന്നത്. ഒരു രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ തലവനെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വരണമായിരുന്നു. കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് വിശ്വസനീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോയോ ചിത്രമോ നെതന്യാഹുവിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. മുമ്പ് നടന്ന 12 ദിവസത്തെ യുദ്ധത്തിലായാലും ഗാസയിലെ ഓപ്പറേഷനുകളിലായാലും അദ്ദേഹം ഉടൻ തന്നെ TV-യിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ടായിരുന്നു. ആ ഒരു ശീലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നത് വലിയൊരു കാര്യമായി തന്നെ കാണണം എന്നുള്ളതാണ്. നെതന്യാഹു എവിടെയാണെന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റ് ചില വീഡിയോകൾ പുറത്തുവിട്ടു. ആദ്യം ഒരു കർട്ടൻ പിന്നിൽ നിൽക്കുന്ന ചെറിയൊരു വീഡിയോ ആയിരുന്നു. അതിനുശേഷം ഒരു കഫേയിലിരിക്കുന്ന വീഡിയോ പുറത്തു വന്നു. എന്നാൽ ഈ വീഡിയോകൾ കണ്ട സോഷ്യൽ മീഡിയയിൽ പല സംശയങ്ങളും ഉയർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊളിറ്റിഫാക്ട്, ഗ്രോക്ക് തുടങ്ങിയ ഫാക്ട് ചെക്കർമാർക്ക് ഈ വീഡിയോയിലെ വൈകല്യം
വൈകല്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരേണ്ടി വന്നു. വീഡിയോയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നായിരുന്നു പലരുടെയും സംശയം എന്നുള്ളത്. എന്നാൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അല്ലെങ്കിൽ കംപ്രഷൻ പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ അങ്ങനെ തോന്നുന്നത് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണം. വീഡിയോ ഒറിജിനൽ ആണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്: യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനമന്ത്രി എന്തിനാണ് ഒരു കഫേയിലിരിക്കുന്ന വീഡിയോ ഇടുന്നത്? സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ അദ്ദേഹം ഒരു വാർ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നല്ല സംസാരിക്കേണ്ടത്. ഇതിനു മുമ്പും ഒരിക്കലും അദ്ദേഹം ഇത്തരം പ്രതിസന്ധികളിൽ ഇൻഫോർമൽ ആയിട്ടുള്ള വീഡിയോകൾ പങ്കുവച്ചിട്ടില്ല. എപ്പോഴും ഒരു പ്രസ് കോൺഫറൻസോ അല്ലെങ്കിൽ അതോറിറ്റി കാണിക്കുന്ന പശ്ചാത്തലമോ ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കാറുള്ളത്. ആ രീതിയിൽ നിന്നുള്ള ഈ മാറ്റം നമ്മൾ ഗൗരവമായിട്ട് കാണും. നെതന്യാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ യുദ്ധം മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസിന്റെ 54ാം തരംഗം ഇറാൻ ആരംഭിച്ചതായിട്ട് IRGC സ്ഥിരീകരിച്ചു. ഇത് പഴയ ആക്രമണങ്ങൾ പോലെയല്ല. ആദ്യമായിട്ട് ഇറാൻ അൾട്രാ ഹെവി മിസൈലുകൾ ഇസ്രായേലിലെ പ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 2 ടൺ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഹൈബർ ഷെക്കീൻ മിസൈലുകളും സിജിൽ മിസൈലുകളും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. സിജിൽ മിസൈലുകൾ ആദ്യമായിട്ടാണ് ഒരു യുദ്ധത്തിൽ ഇറാന് ഉപയോഗിക്കുന്നത് തന്നെ. ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം സാധാരണ ഇറാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഫ്യൂവൽ മിസൈലുകൾ തൊടുക്കുന്നതിന് മുമ്പ് ഇന്ധനം നിറക്കാൻ സമയം വേണം. അത് സാറ്റലൈറ്റുകൾ വഴി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്നാൽ സിജിൽ ഒരു സോളിഡ് ഫ്യൂവൽ മിസൈൽ കൂടിയാണ്. മിനിറ്റുകൾക്കുള്ളിൽ ഇത് തൊടുക്കാൻ കഴിയും. ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല ഇതിന് വലിയ ദൂരപരിധിയുമുണ്ട്. ഇസ്രായേലിലെയും അമേരിക്കയുടെയും ഏത് സൈനിക കേന്ദ്രത്തിലും എത്താൻ ഇതിന് കഴിയും. ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ പുറത്തെടുത്തു തുടങ്ങി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇറാൻ ലക്ഷ്യം വെക്കുന്നത് വെറും സൈനിക ഉപകരണങ്ങളെയല്ല, മറിച്ച് ഇസ്രായേലിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്രങ്ങളെയാണ്. കമാൻഡ് സെന്ററുകൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ, റഡാറുകൾ എന്നിവയെ തകർത്ത് ഇസ്രായേലിന്റെ ചിന്താശേഷിയും ഏകോപനത്തെയും ഇല്ലാതാക്കിയാണ് അവരുടെ ലക്ഷ്യം. ഇതിനോടൊപ്പം തന്നെ തെക്കൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഹിസ്ബുള്ള ദുർബലമായി എന്നായിരുന്നു ഇസ്രായേൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ നടന്ന ആക്രമണങ്ങൾ കണ്ടിട്ട് ഇസ്രായേലിന്റെ തന്നെ അനലിസ്റ്റുകൾ പറയുന്നത് ഹിസ്ബുള്ള ഇപ്പോഴും വളരെ ശക്തമാണ് എന്നുള്ളതാണ്. ഇറാന്റെ ആക്രമണം നടക്കുന്ന അതേ സമയം തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ് ഹിസ്ബുള്ളയും ആക്രമിച്ചിട്ടുള്ളത്. ഹിസ്ബുള്ളയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ തകർന്നു എന്ന ഇസ്രായേലിന്റെ വാദം മാർച്ച് 14 രാത്രിയോടെ ഇല്ലാതായി എന്നുള്ളതാണ്. സൈനിക ഉപകരണങ്ങളെക്കാൾ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഒരു യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റും എന്നുള്ളതാണ്. കാരണം ആയുധങ്ങൾ ഉണ്ടെങ്കിലും അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ട സംവിധാനം തകർന്നാൽ രാജ്യം തളരും എന്നുള്ളതാണ്. ഇറാൻ ഇപ്പോൾ ഏകദേശം ഈ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിനിടയിലാണ് നെതന്യാഹുവിന്റെ അസാന്നിധ്യം എന്ന ചോദ്യം കൂടി പുറത്തേക്ക് വരുന്നത്. ഒരു യുദ്ധത്തിനിടയിൽ ശത്രുരാജ്യത്തിന്റെ തലവനെ ലക്ഷ്യം വെക്കുന്നത് സാധാരണമായിട്ടുള്ള സൈനിക തന്ത്രം തന്നെയാണ്. ഇറാന് ആ കഴിവുണ്ട് എന്നും ആ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ നെതന്യാഹുവിന്റെ സ്ഥാനം അറിയാതെ പുറത്ത് വിട്ടതാണ് എന്നുമൊക്കെ ഇസ്രായേൽ ഗൗരവമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആ മാധ്യമ പ്രവർത്തകന്റെ അറസ്റ്റ് തന്നെ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ സാമ്പത്തിക വശവും നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഇസ്രായേലിന് ഓരോ ആഴ്ചയും $3 ബില്യൺ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഒരു ദിവസം $1 ബില്യൺ എന്ന നിലയിലാണ് ചെലവ് പോകുന്നത്. രണ്ടും കൂടി ചേർത്താൽ ആഴ്ചയിൽ $10 ബില്യൺ ഈ യുദ്ധം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എപ്പോഴാണ് ഒരു അവസാനം എന്ന് ആരും പറയുന്നില്ല. ഇതിനിടയിൽ എണ്ണവില കാണിക്കുന്ന ഡാറ്റ ഏകദേശം 2 ദിവസമായിട്ട് അനക്കമില്ലാതെ നിൽക്കുകയാണ്. ഇത് വലിയൊരു സൂചന തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതും വിമാനത്താവളങ്ങൾ തകർന്നതും ഗൾഫിലെ എണ്ണ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നതും കാരണം ഊർജ്ജ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ മാർച്ച് അവസാനം വരെ നീട്ടിയിട്ടുണ്ട്. ഇതിനർത്ഥം ഗവൺമെന്റിന് വലിയ അധികാരങ്ങൾ തുടരാം എന്നുള്ളതാണ്. പലപ്പോഴും യുദ്ധസമയത്ത് ഇത്തരം നിയമങ്ങൾ രാഷ്ട്രീയമായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇസ്രായേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അടിയന്തരാവസ്ഥ നീട്ടുന്നതിലൂടെ ഇത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനേ ഗവൺമെന്റിന് സാധിക്കും. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ളതാണ്. 3 ആഴ്ചയായിട്ട് അവർ ബോംബ് ഷെൽട്ടറുകളിലാണ് താമസിക്കുന്നത്. സ്കൂളുകളും ബിസിനസ്സുകളും അടഞ്ഞെടുക്കുന്നു. ഇതൊരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ഒരു നാടിന്റെ താളം തന്നെ തെറ്റുകയാണ്. വടക്കൻ അതിർത്തികളിൽ സൈനികർക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് സൈന്യം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ മിസൈൽ പേടി കാരണം ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള നേരിട്ട് കയറി ആക്രമിച്ചില്ലെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഭയം നിറച്ച് ആ പ്രദേശങ്ങൾ താമസയോഗ്യമല്ലാതാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രം എപ്പോഴും ഡിറ്റൻസ് അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിർത്തുക എന്നതിലായിരുന്നു. അതായത് ഞങ്ങളെ ആക്രമിച്ചാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ശത്രുവിനെ
ബോധ്യപ്പെടുത്തുക. എന്നാൽ മാർച്ച് 14 ഈ വിശ്വാസം തകർന്നു. 31 ഇന്റർസെപ്റ്റർ മിസൈലുകൾ അയച്ചിട്ടും ഒരു മിസൈൽ പോലും തടയാൻ അയൺ ഡോമിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ചരിത്രത്തിലെ ആദ്യമായിട്ട് ഇസ്രായേലിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈലുകൾ പതിച്ചു. ഹിസ്ബുള്ള ശക്തമായിട്ട് തിരിച്ചു വന്നു. ഇതിനെല്ലാം മറുപടി നൽകേണ്ട മീറ്റിംഗിൽ പ്രധാനമന്ത്രി ഇല്ലാതെയും പോയി. ഇത് ഇസ്രായേലിലെ ശക്തിയെക്കുറിച്ചുള്ള ശത്രുക്കളുടെ കാഴ്ചപ്പാട് മാറ്റും. ഇനി എന്ത് സംഭവിക്കും എന്നതാണ് എല്ലാവരും നോക്കുന്നത്. രണ്ടു വശവും യുദ്ധം നിർത്താൻ തയ്യാറല്ല. ഇറാൻ അവരുടെ ഏറ്റവും വലിയ മിസൈലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അവർ ഹോർമുസ് കടലിടുക്ക് അടച്ചു, വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. സമാധാനത്തിന് അവർ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അമേരിക്കക്ക് അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ഇസ്രായേൽ തിരിച്ചും നൂറുകണക്കിന് ആക്രമണങ്ങൾ നടത്തി. ഇസ്രായേലിന് വലിയ ആൾനാശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആരും യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഫെബ്രുവരി 28 ഈ യുദ്ധത്തിന് തുടക്കമിട്ട നെതന്യാഹുവിനെ 48 മണിക്കൂറായിട്ട് കാണാനില്ല എന്ന വാർത്ത പുറത്തേക്കും വരുന്നത്.